ലോകം ഇന്നൊരു വെടിമരുന്നിന്റെ വീപ്പയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ഒരു ചെറിയ തീപ്പൊരിമതി എല്ലാം ചാരമാകാൻ. പ്രശസ്തമായ ഈ സൈനിക നിരീക്ഷണം ഇന്ന് പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ആ മുന്നറിയിപ്പ് ലോകത്തെ നടുക്കുന്നതായിരുന്നു. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാൻ തകർക്കപ്പെടും, ആ രാജ്യം ഇല്ലാതാകും എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. വെറുമൊരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം ഇറാന്റെ പവർ പ്ലാന്റുകളും പ്രധാന പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നും അതിനായി ഒരു പ്രത്യേക തീയതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ അതൊരു പൂർണ്ണ യുദ്ധത്തിന്റെ വിളംബരമായി മാറുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയുടെ ഈ നീക്കം. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ കണ്ടെത്തിയ വഴി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഹോർമുസ് കടലിടുക്കിൽ അവർ വിന്യസിച്ചിരിക്കുന്നത് മോസ്കിറ്റോ ഫ്ലീറ്റ് അഥവാ കൊതുക് പട എന്ന വിളിക്കപ്പെടുന്ന സ്പീഡ് ബോട്ടുകളെയാണ്. വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളിൽ പോലും മാരകമായ മിസൈലുകളും ആയുധങ്ങളും ഘടിപ്പിച്ചാണ് ഇറാൻ ഈ കൊതുക് പടയെ സജ്ജമാക്കിയിരിക്കുന്നത്. വലിപ്പം കുറവായതിനാൽ ഇവയെ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല. മിന്നൽ വേഗത്തിൽ വന്ന് ആക്രമണം നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ മറയുന്ന ഈ സ്പീഡ് ബോട്ടുകൾ അമേരിക്കയുടെ ഭീമാകാരമായ വിമാനവാഹിനി കപ്പലുകൾക്ക് പോലും ഇന്ന് വലിയൊരു പേടി സ്വപ്നമാണ്. വാർത്താ റിപ്പോർട്ടുകളിൽ രാഷ്ട്രീയ സത്യങ്ങൾ പരിശോധിച്ചാൽ ഇതിനു പിന്നിലെ ഇരട്ടത്താപ്പുകൾ നമുക്ക് വ്യക്തമാകും. സമാധാന ചർച്ചകളെ കുറിച്ച് പുറമെ പറയുകയും എന്നാൽ രഹസ്യമായി വൻതോതിലുള്ള കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ തന്ത്രങ്ങളെ സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുദ്ധവാർത്തകളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും ഇവിടെ ആയുധങ്ങളാണ്. ഒരു വശത്ത് ഇതിനെ അധിനിവേശം എന്ന് വിളിക്കുമ്പോൾ മറുവശത്ത് അത് പ്രതിരോധമായി മാറുന്നു. സുരക്ഷ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. ലോകത്തെ പെട്രോളിയം വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന ഏത് തടസ്സവും ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകും. ലോകത്തുപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 1/3 ഭാഗവും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി അടച്ചാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എണ്ണവില വർധനവിനും സാമ്പത്തിക തകർച്ചയ്ക്കും നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. നിലവിൽ കടലിടുക്കിന്റെ ഇരുവശങ്ങളുമായി നൂറുകണക്കിന് ചരക്കു കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. വൻകിട കമ്പനികൾ ഈ മേഖല ഉപേക്ഷിക്കാൻ തുടങ്ങുന്നത് ആഗോള വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർക്കാൻ പോകുന്നതാണ്. സൈനികമായും സാങ്കേതികമായും മുന്നിൽ നിൽക്കുന്ന അമേരിക്കയെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്ന ഈ ചെലവ് കുറഞ്ഞ യുദ്ധമുറ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോടികൾ വിലയുള്ള പടക്കപ്പലുകൾ നിർമ്മിക്കുന്നതിന് പകരം വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്ന ആയിരക്കണക്കിന് സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ശത്രുവിനെ വിറപ്പിക്കാൻ ഇറാന് സാധിക്കുന്നു. ഇറാന്റെ ഈ നീക്കങ്ങളെ അസമമായ യുദ്ധമുറ എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു ചെറിയ സ്പീഡ് ബോട്ട് നടത്തുന്ന അശ്രദ്ധമായ ആക്രമണം പോലും വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. അമേരിക്ക തങ്ങളുടെ നാവികസേനയെ കൂടുതൽ ഈ മേഖലയിലേക്ക് അയക്കുന്നത് പിരിമുറുക്കം ഇരട്ടിയാക്കുകയാണ്. ട്രംപ് പ്രഖ്യാപിച്ച ആ തീയതി അടുക്കുംതോറും ലോകം ശ്വാസമടക്കി പിടിച്ചാണ് വാർത്തകൾക്കായി കാതോർക്കുന്നത്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഉപരോധങ്ങളും ഭീഷണികളും ഒരേ സമയം തുടരുന്നത് മേഖലയെ മുൾമുനയിൽ നിർത്തുകയാണ്. ഇറാന്റെ വികസനത്തെയും അവരുടെ സമ്പദ് വ്യവസ്ഥയെയും അടച്ചുപൂട്ടാനാണ് അമേരിക്കയുടെ ശ്രമമെങ്കിൽ തങ്ങളുടെ പക്കലുള്ള സൈനിക തന്ത്രങ്ങൾ കൊണ്ട് ഇതിനെ ചെറുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ചരിത്രകാരനായ എറിക് ഹോബ്സ്ബാം ഒരിക്കൽ പറഞ്ഞതുപോലെ യുദ്ധം എന്നത് ഭാഷയുടെ പരാജയമാണ്. ഇവിടെയും നയതന്ത്രപരമായ ചർച്ചകൾ പരാജയപ്പെടുന്നിടത്താണ് തോക്കുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മുന്നിൽ ഇറാൻ വഴങ്ങുമോ അതോ ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു വലിയ ആഗോള യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യയ്ക്ക് മുകളിൽ ഉരുണ്ടുകൂടുമ്പോൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന ഓരോ വാർത്തയും ലോക സമ്പദ് വ്യവസ്ഥയെയും സമാധാനത്തെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായിരിക്കും. ആധുനിക യുദ്ധതന്ത്രങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാന്റെ കൊതുകുപട അവിടെ ചീർപ്പായുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിന്റെ ഒരു പുതിയ പുലരിക്കാണോ അതോ യുദ്ധത്തിന്റെ വിനാശകരമായ രാത്രിയിലേക്കാണോ എന്നത് കണ്ടുതന്നെ അറിയണം.